നമസ്കാരം. നമുക്കെല്ലാവർക്കും പല സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്ന് തൊണ്ടവേദന വരാറുണ്ട്, അല്ലെങ്കിൽ കഫം കെട്ടി നിന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പല്ല് സംബന്ധമായിട്ട് ഒരുപാട് ദന്തരോഗങ്ങൾ പിടിപെടാറുണ്ട്. മോണയിലൂടെ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങളോ, വയറിൽ ഉരുണ്ട് മറിയുന്നത് പോലെ ഭക്ഷണം കഴിച്ചാലുള്ള ബുദ്ധിമുട്ട്, ഗ്യാസ് നിറഞ്ഞിട്ട് വയറ് വീർത്ത് മുട്ടുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് രുചിയില്ല എന്നോ വിശപ്പില്ലായ്മയൊക്കെ തോന്നാറില്ലേ? ഇതിനൊക്കെ കൂടെ അറിയുന്തോറും മൂല്യം കൂടുതലുള്ള ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെട്ടാലോ? മറ്റൊന്നുമല്ല, വെറ്റിലയാണ്. വെറ്റില എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കണ്ട കേട്ടോ. ഇന്നത്തെ തലമുറയിൽ പലർക്കും വെറ്റിലയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അത് ഈ ഒരു അപ്രീതി നേടിക്കൊടുത്തത് മറ്റൊന്നുമല്ല, വെറ്റിലയുടെ പ്രശ്നം കൊണ്ടൊന്നുമല്ല, പക്ഷെ അതിൽ ചേർക്കുന്ന പലതരം ഇൻഗ്രീഡിയൻസ് കാരണം ഇതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമായിട്ടുള്ള രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുറുക്കി ചവച്ച് നടക്കുന്ന പലരെയും തന്നെ നമ്മൾ ഒന്ന് ബുദ്ധിമുട്ടോടെയാണ് നോക്കാറില്ല. അയ്യേ എന്നുള്ളൊരു ഭാവമാണ് വരാറുള്ളത്. അതല്ല, അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ തന്നെ ഇതിനെ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ദോഷകരമായിട്ടുള്ള രീതിയിൽ. അതല്ലാതെ വെറ്റില മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, അതിനൊക്കെയുള്ള പ്രതിവിധിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മുൻകാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ ചില വൈദ്യങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പലവിധ മരുന്നുകളെയൊന്നും ആശ്രയിക്കാൻ സാധിക്കാത്തൊരു കാലത്ത് വെറ്റിലയാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഈ വെറ്റില നീരിന് ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് നീരിറക്കം വരുന്ന ആളുകളുണ്ടാവും. എന്തെണ്ണ തേച്ചാലും മുടി നോക്കാൻ പറ്റുന്നില്ല, നീരിറക്കം വരുന്നു എന്ന് പറയുന്നതും പെട്ടെന്ന് ജലദോഷം പിടിപെടുന്നു എന്ന് പറയുന്നവർക്കുള്ള വെറ്റില ചേർത്തിട്ടുള്ള ഒരു എണ്ണ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓയിലും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. സംസ്കൃതത്തിൽ നാഗവല്ലരി എന്നും സപ്തശിര എന്നും പേരുള്ള വെറ്റിലയുടെ ജന്മദേശം ഭാരതമാണ്. എല്ലാ മംഗളകാര്യങ്ങൾക്കും ഭാരതീയർക്ക് വെറ്റില കൂടിയേ തീരൂ. വെറ്റില ഏറെ ഔഷധ ഗുണമുള്ളതാണ്. പാക്കും ചുണ്ണാമ്പും പുകയിലയും ഒന്നും കൂടെ കൂട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. വെറ്റിലയിൽ ജീവകം സി, തയാമിൻ, നിയാസിൻ, റൈബോഫ്ലാവിൻ, കരോട്ടിൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കാൽസ്യവും അയണും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. താമ്പൂല സേവനം എന്നുള്ളത്, അതായത് ഈ വെറ്റില ദിവസവും ഉപയോഗിക്കുന്നത് ദിനചര്യയിലാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താമ്പൂലം വിശുദ്ധം രുച്യം തീക്ഷ്ണോക്ഷ്ണം തുവരം സരം വശ്യം തിക്തം കടുക്ഷാരം രക്തപിത്തകരം ലഘു എന്നും ഈ വെറ്റിലയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇത് പിത്തദോഷത്തെ ചെറുതായിട്ട് കൂട്ടുന്നതായതുകൊണ്ട് തന്നെ പൈത്തിക ദോഷമുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ ശരീരത്തിൽ അമിതമായിട്ട് ബ്ലീഡിംഗ് ഉള്ള സമയങ്ങളിൽ അത് ഉപയോഗിക്കരുത്. പിന്നെ ഒരു ആവശ്യത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു ഹോട്ട് പൊട്ടൻസി ഉള്ളതുകൊണ്ട് ചിലർക്ക് നെഞ്ചൊരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. എന്നാൽ ഇത് വയറിൽ ഇങ്ങനെയുള്ള എരിച്ചിലും ബുദ്ധിമുട്ടൊക്കെ മാറ്റാനുള്ളൊരു ഔഷധം കൂടിയാണ് ശരിയായിട്ടുള്ള മാത്രയിൽ കഴിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വെറ്റില ചവച്ചരച്ച് അതിൻ്റെ നീരിറക്കുന്നത്, തുപ്പിക്കളഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ നീരിറക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള വയറിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ ഇത് ചവച്ചരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മോണയുടെ ആരോഗ്യം കൂട്ടാനും പല്ലിൻ്റെ ആരോഗ്യത്തിനും എല്ലാം സഹായിക്കുന്നുമുണ്ട്. വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറെ നല്ലൊരു പ്രതിവിധിയാണ്. പോരാത്തതിന് ഇത് ഗായകരൊക്കെ ആണെങ്കിൽ അവരുടെ സ്വരശുദ്ധിക്ക് വേണ്ടിയിട്ട് മുൻപ് കാലങ്ങളിലൊക്കെ തന്നെ ഇത് തുടർന്നുകൊണ്ട് അവരുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നു എന്നുള്ളതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചർമ്മരോഗങ്ങൾക്കും വെറ്റില ഏറെ ഗുണം ചെയ്യുന്നതാണ്. അലർജി, ചൊറിച്ചിൽ അല്ലെങ്കിൽ ശരീര ദുർഗന്ധം, വ്രണങ്ങൾ, ഇവയ്ക്കെല്ലാം വെറ്റിലയിലെ ഒരു ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ആശ്വാസം തരുന്നുണ്ട്. കുറച്ച് വെറ്റില ചതച്ചതിൽ അല്പം മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേദനയോ നീരോ ഒക്കെ തന്നെയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം കാണാറുണ്ട്. ചെവി വേദനയ്ക്കും വെറ്റില ആശ്വാസം നൽകുന്നുണ്ട്. വെറ്റില നീര് വെളിച്ചെണ്ണ ചേർത്ത് 2 തുള്ളി ചെവിയിൽ ഇറ്റിച്ചാൽ പെട്ടെന്ന് ചെവി വേദന കുറയുന്നതും കാണാറുണ്ട്. യോനി ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലിനും യോനി സ്രവങ്ങൾക്കും പരിഹാരമാകുന്നൊരു വീട്ടുമരുന്നാണ് വെറ്റില. വെറ്റിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുന്നത് ശരീരത്തെ ശുചിത്വമുള്ളതാക്കി
വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖം കഴുകുന്നതും നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ വെറ്റില ചാറോ വെറ്റില എണ്ണയോ ചേർത്ത് കുളിച്ചാൽ ദിവസം മുഴുവൻ വളരെയധികം ഉന്മേഷത്തോടെ ഇരിക്കാൻ വേണ്ടി സാധിക്കും. എന്തിനും ഒരു മറുവശം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇത് അധിക മാത്രയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വയറെരിച്ചിൽ മാത്രമല്ല തലവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിതമായിട്ടുള്ള അളവിലാണെങ്കിൽ തലവേദന കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും മിതമായിട്ടുള്ള അളവിൽ ഉപയോഗിക്കുക. ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഒരു വെറ്റിലയുടെ നീര് തന്നെ മതി. ഇനി അത് നിങ്ങൾക്ക് ത്രോട്ടിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിലോ ത്രോട്ടിന് പെയിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തൊണ്ടവേദന ബുദ്ധിമുട്ടുകളോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാറ്റാനായിട്ട് ചെയ്യേണ്ടത് അല്പം വെള്ളത്തിലേക്ക് ഒരു വെറ്റില ഒന്ന് ചീകി ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അല്പം ഒരു ചെറിയ പീസ് കറുവപ്പട്ട, ഒരു ചെറുവിരലിൻ്റെ പകുതി മതി, അതിലുള്ള സിലോൺ സിന്നമൺ ചേർക്കാം. അതിന് കൂടെ ഒരു ഏലക്കയും കൂടെ ചേർത്തിട്ട് ചുക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് വെറ്റിലയുടെ നീര് ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്തിട്ട് 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയുടെ ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറ്റാൻ നല്ലതാണ്. അലർജി ഉള്ളവർക്കും നല്ലതാണ്. ഇനി നീരിറക്കം വന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണ വെറ്റില ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും പറ്റില്ല, നിങ്ങൾ ചെയ്യുന്ന എണ്ണ കാച്ചുന്ന സമയത്ത് വെറ്റില കൂടെ അതിലേക്ക് ആഡ് ചെയ്താലും മതി. ഇനി നല്ലൊരു മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാൻ വെറ്റിലയും പെരുംജീരകവും അതുപോലെ ഒരു ഏലക്കയും കൂടെ ചവച്ചരച്ച് അതിൻ്റെ നീരിറക്കുന്നതും ഏറെ നല്ലതാണ്. അരിയാഹാരവും മറ്റുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ദഹനക്കുറവും പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്പം ചുണ്ണാമ്പും വെറ്റിലയും കൂടെ ചേർത്ത് ചവച്ചരയ്ക്കുന്നത് ഏറെ നല്ലതാണ്. ഈ ദഹന പ്രശ്നങ്ങളെ മാറ്റാൻ അത് സഹായിക്കും. ശ്വാസകാസ രോഗങ്ങൾക്ക് കച്ചോലത്തിൻ്റെ കിഴങ്ങ് ഉണക്കിയതും വെറ്റിലയും കൂടെ ചവച്ചിറക്കിയാൽ നല്ല ശമനം കിട്ടും. അതുപോലെ വായ്നാറ്റമുള്ളവരും മൂന്നിൽ കൂടെ രക്തവും ജലവും ഒക്കെ വരുന്നവരും ഖതിരാതി വഴി വെറ്റില ചേർത്ത് ചവയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ശ്വാസകാസ രോഗങ്ങൾക്ക് ആ രോഗത്തിനുള്ള ഗുളികകളൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അനുപാനമായിട്ട് വെറ്റില നീരിൽ ചാലിച്ച് കഴിക്കാൻ പറയാറുണ്ട്. താമ്പൂല ഭസ്മം വെറ്റില ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രധാന ആയുർവേദ ഫോർമുലേഷനാണ്. പണ്ട് കാലം മുതൽക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വെറ്റില. ഇനി വീട്ടിലെത്തുന്ന അതിഥികൾക്ക് ആതിഥ്യ മര്യാദയുടെ അടയാളമായിട്ട് ചവയ്ക്കാൻ വെറ്റില നൽകുന്ന ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു. ഇന്നും വിവാഹ ചടങ്ങുകൾ, മത ആരാധനയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അല്ലെങ്കിൽ പൂജകൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഒരു വിശിഷ്ട ഘടകമാണ് വെറ്റില. ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൽ വിവാഹ ചടങ്ങുകളിൽ പ്രധാന അതിഥികൾക്ക് ഈ അടക്കയും വെറ്റിലയും ഒക്കെ തന്നെ ദക്ഷിണയായിട്ട് നൽകുന്ന ഒരു ചടങ്ങ് തന്നെയുണ്ട്. ഇത് ആയുർവേദത്തിൽ പുരാണ ആയുർവേദ കയ്യെഴുത്തു പ്രതികളിൽ ഈ സവിശേഷ ഇലകൾ നൽകുന്ന പ്രധാന ഗുണങ്ങളെ പറ്റി പ്രത്യേകമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. കയ്പേറിയിട്ടുള്ള രുചിയുള്ള ഇലകൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഊഷ്മളത പകരാൻ സഹായിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. മാത്രമല്ല വെറ്റിലകൾക്ക് ക്ഷാരഗുണമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ആമാശയത്തിലെയും കുടലിനെയും ഒക്കെ അസന്തുലിതാവസ്ഥയെ നന്നായിട്ട് ശരിയാക്കാൻ സഹായിക്കുന്നുണ്ട്. വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ നിർവീര്യമാക്കാൻ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ആന്തരിക ഉപാപചയ പ്രവർത്തനങ്ങളെയൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശേഷിയുള്ളത് കൊണ്ട് പണ്ടത്തെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു വെറ്റിലയെങ്കിലും ചവച്ചരച്ച് അതിൻ്റെ നീര് കുടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇതുപോലുള്ളൊരു രഹസ്യമുണ്ട്. പണ്ടുള്ളവർ തുടർന്നു കൊണ്ടിരുന്നത് ഇതൊരു ആരോഗ്യ ഗുണം നേടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇന്ന് അതിനെ പല രൂപമാറ്റങ്ങളും സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിടയിൽ ഒരു അപ്രിയ സമീപനം വെറ്റിലയോട് തോന്നിയിട്ടുള്ളത്. വേദനകളിൽ നിന്ന് തൽക്ഷണം ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു വേദന സംഹാരിയാണ് വെറ്റില എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ നീരും വേദനയൊക്കെ കുറയ്ക്കാൻ വെറ്റില സഹായിക്കുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ വെറ്റില നീര് തേനും ചേർത്ത് കഴിക്കുന്നതോ അല്ലെങ്കിൽ വെറ്റില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതോ ഗുണകരമാണ്. മുറിവ്, തിണർപ്പ് എന്നിവ മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളും വേദനകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. മുറിവുണ്ടാകുമ്പോൾ തന്നെ വെറ്റില ചതച്ച് പേസ്റ്റാക്കി ആ ഭാഗങ്ങളിൽ പുരട്ടിയിട്ടാൽ അല്ലെങ്കിൽ നീര് പിഴിഞ്ഞെടുത്ത് ഉള്ളിൽ കഴിക്കുന്നതും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വേദന കുറയ്ക്കാൻ നല്ലതാണ്. മലബന്ധത്തിൽ നിന്നൊരു മോചനം നേടുന്നതിന് ആയുർവേദം വ്യാപകമായിട്ട് പറയുന്ന ഒന്നാണ് ഈ ഒരു വെറ്റില ചേർത്തിട്ടുള്ള രീതികൾ. ശരീരത്തിൽ നിന്ന് ഫ്രീ റാഡിക്കലുകളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് വെറ്റില. ഇത് ശരീരത്തിലെ pH അളവ് നേരെയാക്കാൻ സഹായിക്കുന്നുണ്ട്. വയറുവേദനയുടെ ലക്ഷണങ്ങൾ ഒരു പരിധി വരെ അകറ്റാൻ സഹായിക്കുന്നുണ്ട്. ഗ്യാസ് പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ട് കുടലിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഈ ദഹന പ്രക്രിയ വേഗത്തിലാക്കി മാറ്റി വിറ്റാമിനുകളും പോഷകങ്ങളുടെയൊക്കെ ആഗിരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ചുമ, ജലദോഷം എന്ന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആയുർവേദത്തിൽ ഏറെ പറയുന്ന ഒന്ന് തന്നെയാണിത്. അതുപോലെ ശ്വാസമുട്ടൽ, ആസ്മ എന്നീ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഏറെ നല്ലതാണ്.
ഒരു വെറ്റിലയിൽ കടുകെണ്ണ പുരട്ടി ചൂടാക്കി നെഞ്ചിൻ്റെ ഭാഗത്ത് വെക്കുന്നതും ഒക്കെ തന്നെ ആസ്മ രോഗികളോ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അലർജി തുമ്മലോ ഒക്കെ കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല മാറ്റം വരുത്തുന്നതായിട്ട് കാണാറുണ്ട്. പോളിഫെനോളുകൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ വെറ്റിലയ്ക്ക് അതിശയകരമായിട്ടുള്ള ഒരു ആൻറ്റിസെപ്റ്റിക് ഗുണം കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് അണുബാധകളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാനും സന്ധിവാതം തുടങ്ങിയിട്ടുള്ള ചികിത്സയിലൊക്കെ നമുക്കിതിനെ ഉപയോഗിക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെയുള്ള വെറ്റില തന്നെ നമുക്ക് ഈ പറഞ്ഞ പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇനി വെറ്റിലയെ കണ്ടാൽ തന്നെ ഇത് വളരെയധികം അത്ര തന്നെ കാണാൻ കിട്ടാത്ത ഒന്നാണ് ഇപ്പോൾ വെറ്റില. വളരെ കൃഷിയൊക്കെ നടത്തുന്ന ആളുകളുടെ കയ്യിലൊക്കെ തന്നെ വെറ്റില കാണാറുണ്ട്. പണ്ടൊക്കെ തന്നെ ഓരോ വീട്ടിലും വെറ്റിലക്കൊടി ഉണ്ടായിരിക്കും. ഇത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നൊന്നും ഒരു മൗത്ത് വാഷ് വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മിതമായിട്ടുള്ള ഡോസും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വെറ്റിലക്കൊടി നട്ടുപിടിപ്പിച്ചോളൂ കേട്ടോ, നല്ലതാണ്. ഇനി ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുള്ള ടിപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയമായിരിക്കും. കാരണം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ദിവസം എന്നുള്ളതുപോലെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പം നീരിറക്കം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എണ്ണ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ ഇതും കുരുമുളകും തൊട്ടാവാടിയുടെ വേരൊക്കെ ചേർത്തിട്ട് മറ്റൊരു എണ്ണ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാൻ മറക്കരുത്. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.